എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 4 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു പ്രോബ്ലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു അനലൈസിങ് ദി ചേഞ്ചസ് ഇൻ നോൺ കറൻറ്റ് ഐറ്റം അഥവാ ഹിഡൻ ട്രാൻസാക്ഷൻ കണ്ടുപിടിക്കൽ ലെഡ്ജർ അക്കൗണ്ട്, പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. നോൺ കറൻറ്റ് ഐറ്റത്തിലുള്ള മാറ്റങ്ങൾ, ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ഓഫ് നോൺ കറൻറ്റ് ഐറ്റത്തിലുള്ള ഇൻഫ്ലോ ഔട്ട്ഫ്ലോ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആവശ്യമെങ്കിൽ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അതിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ മനസ്സിലാക്കേണ്ടത് നോൺ കറൻറ്റ് ഐറ്റം നമ്മൾ ആദ്യം പറഞ്ഞ സമയത്ത് കറൻറ്റ് ഐറ്റം ഏതൊക്കെയാണ്, നോൺ കറൻറ്റ് ഐറ്റം ഏതൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഒരു നോൺ കറൻറ്റ് ഐറ്റത്തിലുള്ള മാറ്റം വളരെ വേഗത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നോൺ കറൻറ്റ് ഐറ്റത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലൂടെ പറഞ്ഞിട്ടുള്ളത് നോൺ കറൻറ്റ് ഐറ്റത്തിൽ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നോൺ കറൻറ്റ് ഐറ്റത്തിലുള്ള ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഐറ്റം എടുത്തൊന്ന് പരിശോധിക്കാം. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് നമുക്ക് 2009-2010 2 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അസറ്റ് സൈഡ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. അസറ്റ് സൈഡിൽ 2009 പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 ഉണ്ടായിരുന്നു. 2010 50,000, 2009 30,000 ഉണ്ടായിരുന്നു, 2010 50,000 കൂടിയിട്ടുണ്ട്. നോർമലി സ്ഥാപനത്തിൽ അസറ്റ് കൂടുക എന്നുള്ളത് എങ്ങനെ കൂടുള്ളൂ, അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലേ കൂടുള്ളൂ. അസറ്റ് കൂടാന്നുള്ളത് പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അസറ്റ് കൂടാനുള്ള സാധ്യതയുള്ളൂ. ഇവിടെ വേറെ അഡീഷണൽ ഇൻഫർമേഷൻസ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് അസ്യൂം ചെയ്യാം ദർ ഇസ് എ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ 20,000, 20,000 രൂപയുടെ അഡീഷണൽ ആയിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന് നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ഊഹിക്കാൻ പറ്റും. കാരണം വേറെ അഡീഷണൽ ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് തന്നെ അസറ്റ് കൂടാൻ പറയുമ്പോൾ പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ അസറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്രയും അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ അപ്ലിക്കേഷൻ ഓഫ് ഫണ്ടാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപ്ലിക്കേഷൻ സൈഡിലാണ് പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അടുത്ത് നോക്കുക ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്. നമുക്കറിയാം 50,000 ഉണ്ടായിരുന്ന ഗുഡ് വിൽ 30,000 ആയിട്ട് കുറഞ്ഞു. 2009 50,000 ഉണ്ടായിരുന്നു, 2010 അത് 30,000 കുറഞ്ഞു. അതിനർത്ഥം 20,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ടുള്ള ഗുഡ് വില്ല് പോലത്തെ അതുപോലെ തന്നെ കോപ്പിറൈറ്റ്, പാറ്റന്റ് തുടങ്ങിയ അസറ്റുകൾ കുറയുമ്പോൾ അത്രയും തുക റൈറ്റ് ഓഫ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് എഴുതി തള്ളി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 20,000 രൂപ റൈറ്റ് ഓഫ് ഗുഡ് വിൽ റുപ്പീസ് 20,000 എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള ഗുഡ് വില് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഗുഡ് വില് പോലത്തെ ഇൻടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞാൽ മനസ്സിലാക്കാതെ റൈറ്റ് ഓഫ് ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ 20,000 രൂപൻ്റെ ഗുഡ് വില് റൈറ്റ് ഓഫ് ചെയ്തു. നേരെ തിരിച്ച് ഗുഡ് വില് കൂടിയേക്കാണെങ്കിൽ എന്തായിരിക്കും, പുതിയ ഗുഡ് വിൽ അല്ലെങ്കിൽ പുതിയ അസറ്റ് വാങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കൂ മെഷീനറി 2009 70,000 ഉണ്ടായിരുന്നു, 2010 50,000 കുറഞ്ഞു. ഒരു ഫിക്സഡ് അസറ്റ് കുറയാനുള്ള കാരണം 2 രീതിയിലാകാം. ഒന്ന് ഡിപ്രീസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റൊന്ന് സെയിൽസ് ആയിരിക്കാം. ഡിപ്രീസിയേഷൻ കൊണ്ടും കുറയാം, സെയിൽസ് കൊണ്ടും കുറയാം. വേറെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടില്ല. നമ്മൾ നോർമലി അസറ്റ് കുറയാനുള്ള കാരണം എന്തായിരിക്കും, ഡിപ്രീസിയേഷൻ ആയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ ഒന്നും തന്നിട്ടില്ല, അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടില്ല, മനസ്സിലാക്കാം ദർ ഈസ് എ ഡിപ്രീസിയേഷൻ ഫോർ അസറ്റ്. അപ്പോൾ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കൊണ്ടായിരിക്കും ഈ ഒരു തുക കുറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക. 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഡിപ്രീസിയേഷൻ ആയാലും മറ്റൊന്നെങ്കിൽ സെയിൽസ് ആകാം. നോർമലി നമ്മൾ ഡിപ്രീസിയേഷൻ കൊണ്ടാണ് കുറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ അസറ്റ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ ഈ സെയിൽസ് ആയിരിക്കും അല്ലേ. സെയിൽസ് ആണെങ്കിൽ അത് സോഴ്സ് ഓഫ് ഫണ്ട് ആയിരിക്കും. സെയിൽസ് അസറ്റ് വിൽക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. അപ്പോൾ സോഴ്സ് ഓഫ് ഫണ്ട് ആയിരിക്കും. ദെൻ അടുത്ത് കറണ്ട് അസറ്റ് നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല. നോൺ കറണ്ട് ഐറ്റത്തിൻ്റെ മാറ്റം കാണാനാണ് നമ്മളിത് മനസ്സിലാക്കുന്നത് അല്ലേ.
ഇത് നോക്കുക, ലയബിലിറ്റീസിൽ നോക്കുക. ഷെയർ ക്യാപിറ്റൽ 2009 ഷെയർ ക്യാപിറ്റൽ 50,000 ഉണ്ടായിരുന്നു. 2010 അത് 70,000 ആയിട്ട് കൂടി. 20,000 രൂപ എന്ത് കൂടി? ഷെയർ ക്യാപിറ്റൽ കൂടി. ഷെയർ ക്യാപിറ്റൽ കൂടി എന്ന് പറയുമ്പോൾ എന്താ? കമ്പനി പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കമ്പനി 2009 നിന്ന് 2010 എത്തിയപ്പോൾ അഡീഷണൽ ആയിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തു. അഡീഷണൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ഫണ്ട് ലഭിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് സോഴ്സ് ഓഫ് ഫണ്ടാണത്. സോഴ്സ് ഓഫ് ഫണ്ട്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ സോഴ്സ് ഓഫ് ഫണ്ടിൽ സോഴ്സ് എന്ന സൈഡിൽ എഴുതേണ്ടതാണ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ മനസ്സിലാക്കുക, ഷെയർ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് പുതിയ ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് റിസർവ് 20,000 ഉണ്ടായിരുന്നു 2009, 2010 അത് 30,000 ആയിട്ട് കൂടി. 10,000 അവിടെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റിസർവിലേക്ക് അധികമായിട്ട് പണം മാറ്റി വെച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് അധികമായിട്ട് റിസർവിലേക്ക് പണം മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ട്രാൻസ്ഫർ ടു റിസർവ് ആണത്. ട്രാൻസ്ഫർ ടു റിസർവ് 20,000 ഉണ്ടായിരുന്നത് 30,000 ആയിട്ട് കൂടി നമ്മൾ ട്രാൻസ്ഫർ ടു റിസർവ്. ഈ ഒരു ട്രാൻസ്ഫർ ടു റിസർവും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അഥവാ അടുത്ത സ്റ്റെപ്പ് കാണുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അത് നോക്കൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം 40,000 2009 2010 അത് 50,000 ആയിട്ട് കൂടി. ദെൻ ഡിബഞ്ചർ 2009 60,000 ഉണ്ടായിരുന്ന ഡിബഞ്ചർ 2010 20,000 ആയിട്ട് കുറഞ്ഞു. അതിനർത്ഥം 40,000 കുറയും. ഡിബഞ്ചർ കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത്രയും ഡിബഞ്ചർ കമ്പനി റെഡീം ചെയ്തു. റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ആണ്. 40,000 രൂപന്റെ ഡിബഞ്ചർ റെഡീം ചെയ്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കുക, അത്രയും തുക തിരിച്ചു കൊടുക്കുമ്പോൾ അതെന്തായിരിക്കും? അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിരിക്കും. അത്രയും പൈസ തിരിച്ചു കൊടുക്കല്ലേ, അതുകൊണ്ട് അത് അപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആയിരിക്കും. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ അപ്ലിക്കേഷൻ സൈഡിലാണ് അത് എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയും കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ, അത് ഫിക്സഡ് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ഓഫ് അസറ്റ് ആയിരിക്കും. ഇൻ ദി ആബ്സെൻസ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ. വേറെ അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, ഫിക്സഡ് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ഓഫ് അസറ്റ് ആയിരിക്കും. അതുപോലെ ഇൻടാഞ്ചിബിൾ അസറ്റ് അതിന്റെ വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റൈറ്റ് ഓഫ് ടു ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിട്ടേൺ ഓഫ് ചെയ്തതായിരിക്കും എന്ന് മനസ്സിലാക്കുക. ദെൻ ആ ഫിക്സഡ് അസറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കാരണം കൊണ്ടായിരിക്കും. ഒന്നിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കും. ഒന്നിൽ ഡിപ്രീസിയേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെയിൽസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ദെൻ ഷെയർ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താ? പുതിയ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിസർവ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചർ പോലത്തെ, പ്രിഫറൻസ് ഷെയർ പോലത്തെ തിരിച്ചടക്കേണ്ട കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അല്ലെങ്കിൽ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആയിരിക്കും. ഷെയർ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്തതായിരിക്കും. ഡിബഞ്ചർ കുറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മനസ്സിലാക്കുന്നത് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്ലാന്റ് ആൻഡ് മെഷീനറി 30,000 ഉണ്ടായത് 50,000 കൂടി എന്ന് പറയുമ്പോൾ 20,000 രൂപന്റെ പുതിയ പ്ലാന്റ് മെഷീനറി പർച്ചേസ് ചെയ്ത് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉറപ്പിക്കാൻ സാധ്യമല്ല. കാരണം അഡീഷണൽ ആ അഡ്ജസ്റ്റ്മെന്റ് കൂടി വെച്ചിട്ട് വേണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തത്, ഇഫ് ദ ബാലൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ആർ ഗിവൺ സെപ്പറേറ്റ്ലി ഇൻ ദി ബാലൻസ് ഷീറ്റ്, ദ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദി ഒറിജിനൽ കോസ്റ്റ് ആൻഡ് സെപ്പറേറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ഡിപ്രീസിയേഷൻ പ്രൊവൈഡഡ് ഡ്യൂറിങ് ദി ഇയർ. അഥവാ ഫിക്സഡ് അസറ്റിൻ്റെ ബാലൻസ് അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇതിൻ്റെ ബാലൻസും സെപ്പറേറ്റ്ലി ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഒറിജിനൽ കോസ്റ്റിലാണ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ സെപ്പറേറ്റ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വർഷം കൊടുക്കേണ്ട ഡിപ്രീസിയേഷൻ്റെ തുക ലഭിക്കുകയുള്ളൂ. ഒന്നാമത്തെ പോയിന്റ് അതാണ്. മറ്റൊന്ന്, ഇഫ് ദ അസറ്റ് ആർ ഷോൺ അറ്റ് ദ റിട്ടൺ ഡൗൺ വാല്യൂ ഇൻ ദി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഇൻ ദി അഡ്ജസ്റ്റ്മെൻറ്റ്, then such provision may be added back to the concerned balance of fixed asset. അഥവാ അസറ്റ് റിട്ടേൺ ഡൗൺ വാല്യൂവിലാണ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളെങ്കിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഈ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസിലേക്കും ക്ലോസിംഗ് ബാലൻസിലേക്കും ആഡ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഈ ഒരു ചോദ്യം നോക്കൂ. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പിയറിംഗ് ഇൻ ദി ബാലൻസ് ഷീറ്റ് ആർ 2 lakh and 3 lakh റെസ്പെക്റ്റീവ്ലി. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഓപ്പണിംഗ് ബാലൻസ് 2 ലക്ഷം, ക്ലോസിംഗ് ബാലൻസ് 3 ലക്ഷമാണ്. The provision for depreciation account shows an opening balance of rupees 60,000 and closing balance of rupees 80,000. പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തന്നിട്ടുണ്ട്. ഡ്യൂറിംഗ് ദി ഇയർ എ മെഷീൻ കോസ്റ്റിംഗ് 70,000 വാസ് പർച്ചേസ്ഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ്. ആ വർഷത്തിനിടയിൽ 70,000 രൂപ വില വരുന്ന ഒരു അസറ്റ് മെഷീൻ വാങ്ങിയിട്ടുണ്ട്. ഇൻ എക്സ്ചേഞ്ച് ഫോർ ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസ്. അതിന് പകരമായിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ഫുള്ളി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർസാണ് കൊടുത്തിട്ടുള്ളത്. ഫർദർ ആൻ ഓൾഡ് മെഷീൻ കോസ്റ്റിംഗ് rupees 16,000, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഈസ് 7,000, സോൾഡ് ഫോർ 8,000. ഷോ ദ ലെഡ്ജർ അക്കൗണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ മെഷീന് 16,000 രൂപ വില വരുന്ന ഒരു പഴയ മെഷീന്, അതിൻ്റെ ഡിപ്രീസിയേഷൻ 7,000 ഉണ്ട്. അത് 8,000 രൂപക്ക് അവർ വിറ്റു. അതുകൂടി അവിടെ പറയുന്നുണ്ട്. ഷോ ദ ലെഡ്ജർ അക്കൗണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അറ്റ് ഒറിജിനൽ കോസ്റ്റ്, കാരണം ഒറിജിനൽ കോസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നോക്കൂ, പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്കറിയാം. പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റാണ്. അപ്പോൾ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് എഴുതുക. അതുകൊണ്ട് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ 2,60,000 എഴുതി. എങ്ങനെ 2,60,000 വന്നിട്ടുള്ളത്? അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 2 lakh മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഈ അസറ്റിൻ്റെ ഓപ്പണിംഗ് ബാലൻസിലേക്ക് ആഡ് ചെയ്യണം. പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര? 60,000 അല്ലേ? അങ്ങനെ 2 lakh + 60,000 2,60,000. ദെൻ ഇനി അസറ്റ് കൂടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരിക. അസറ്റ് കുറയാൻ കാരണമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രെഡിറ്റ് സൈഡിൽ വരിക. ഇനി നമുക്ക് എന്താ തന്നിട്ടുള്ളത് നോക്കൂ. ഇതിൽ പറയുന്നുണ്ട് ആ ഒരു വർഷത്തിനിടയിൽ 70,000 രൂപയുടെ ഒരു അസറ്റ് വാങ്ങി എന്ന് പറയുന്നുണ്ട് അല്ലേ? സോ അത് നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് കൊടുക്കാൻ പറ്റും. കാരണം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് അതിന് പകരമായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു അസറ്റ് വാങ്ങിയതാണ് 70,000 ഡെബിറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ അടുത്ത് പറയാൻ നോക്കൂ, ഒരു പഴയ മെഷീൻ 16,000 രൂപ വിലയുള്ള ഒരു പഴയ മെഷീൻ, അതിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 7,000 ആണ്, 7,000. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് 7,000. ദെൻ ആ ഒരു അസറ്റ് വിറ്റിട്ടുള്ളത് എത്ര രൂപക്കാണ്? 8,000, 8,000 രൂപക്കാണ് വിറ്റിട്ടുള്ളത് അല്ലേ? അപ്പോൾ അത്രയും അസറ്റ് അവിടെ കുറഞ്ഞു എന്ന് കാണിച്ചുകൊണ്ട് സെയിൽസ് അഥവാ ക്യാഷ് എന്ന് കാണിച്ചുകൊണ്ട് ഇത് 8,000 കാണിക്കുന്നു. നമുക്കറിയാം അസറ്റ് വിൽക്കുമ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു അസറ്റ്. ആ അസറ്റോടെ കുറയും. അതുകൊണ്ട് അസറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ക്യാഷ് എന്ന് വന്നിട്ടുള്ള 8,000. ഇനി നോക്കൂ, 16,000 രൂപ വിലയുള്ള അസറ്റ്, അതിന് ഡിപ്രീസിയേഷൻ പോയി കഴിഞ്ഞാൽ അതായത് 7,000 പോയി കഴിഞ്ഞാൽ ബാക്കി 9,000 ആണ് അസറ്റിൻ്റെ യഥാർത്ഥ വില ഉണ്ടാവുക. ആ 9,000 അസറ്റാണ് 8,000 റുപ്പീസിന് വിറ്റിട്ടുള്ളത്. അതിനർത്ഥം 1,000 രൂപ അവിടെ നഷ്ടമാണ്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിച്ചിട്ട് ലോസ് ഓൺ സെയിൽ 1,000 ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കും. ബാലൻസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡ് എഴുതിയിട്ട് കുറവുള്ള ഭാഗത്ത് കൊണ്ടുവരാണ് വേണ്ടത്. ഇവിടെ നോക്കൂ, ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതലുള്ളത്. 3,96,000 ക്രെഡിറ്റ് സൈഡിൽ ഉണ്ടാവും. അത് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. ദെൻ ഡെബിറ്റ് സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 66,000 ഒരു ഡിഫറൻസ്, 66,000 രൂപയുടെ ഒരു വ്യത്യാസം അവിടെ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അസറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ ഒരു വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ അസറ്റ് വാങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ബാലൻസിങ് ഫിഗറിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ എന്ത് കൊടുക്കും? പർച്ചേസ് എന്ന് കൊടുക്കും. കാരണം അസറ്റിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഒരു ബാലൻസിങ് ഫിഗർ വരണമെങ്കിൽ എന്ത് ചെയ്യണം? അത് അസറ്റ് പർച്ചേസ് ചെയ്തതായിരിക്കും. അങ്ങനെ അസ്യൂം ചെയ്തിട്ടാണ് അസറ്റ് പർച്ചേസ് 66,000 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നോക്കൂ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, പ്രൊവിഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കൊടുക്കുക. അപ്പോൾ ബാലൻസ് ബ്രോഡ് ഡൗൺ 60,000, അതിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 80,000 ഡെബിറ്റ് സൈഡിലും കൊടുത്തു. ദെൻ ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇതിൻ്റെ ഒരു ഡിപ്രീസിയേഷൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അല്ലേ? ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്തു? ബാധ്യത കുറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി 7,000. ഇതിനത് നമ്മൾ ബാലൻസ് ചെയ്യുന്നു.
ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് നമുക്കറിയാം 87,000 ഡെബിറ്റ് സൈഡിലാവും. അത് നേരെ ക്രെഡിറ്റിലോട്ട് കൊണ്ടുവന്നു. ക്രെഡിറ്റ് സൈഡിൽ ആകെ 60,000 ഉള്ളൂ, അഥവാ 27,000 ഒരു കമ്മി ഡിഫറൻസ് അവിടെ ഉണ്ട്. അപ്പോൾ 27,000 ക്രെഡിറ്റ് സൈഡിലാണ് ഡിഫറൻസ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ഡ്യൂറിങ് ദി ഇയർ, ഈ വർഷം നമ്മൾ കൊടുക്കേണ്ട ഡിപ്രീസിയേഷൻ്റെ തുകയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുമ്പോൾ ഇനിയും കൊടുക്കാനുണ്ട് എന്നാണല്ലോ, അതുകൊണ്ട് അത് ക്രെഡിറ്റ് സൈഡിൽ വന്നു. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ വർഷം കൊടുക്കേണ്ട ഡിപ്രീസിയേഷൻ തുകയാണ് 27,000 നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം ലെഡ്ജർ അക്കൗണ്ട് അസറ്റിൻ്റെയും അതുപോലെ തന്നെ പ്രൊവിഷൻ്റെയും ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ രീതി കൂടി ഒന്ന് പരിചയപ്പെട്ടു. ഇനി ഈ ഒരു രീതി നോക്കൂ, റിട്ടേൺ ഡൗൺ വാല്യൂ എടുത്തിട്ടാണ് ഇവിടെ പ്ലാന്റ് ആൻഡ് മെഷീനറി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് കൊടുക്കുക, ബാലൻസ് ബ്രോ ഡൗൺ 2 lakh. ഇവിടെ നമ്മൾ ആ റിട്ടേൺ ഡൗൺ വാല്യൂ മാത്രമേ എടുക്കുള്ളൂ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ആ 2 lakhൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിരുന്ന 60,000 കൂടി ആഡ് ചെയ്തിരുന്നു, കാരണം അത് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നത് റിട്ടേൺ ഡൗൺ വാല്യൂ എടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണോ അത് മാത്രമാണ് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എടുക്കുക. ദെൻ ഡെബിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റം ഇക്വിറ്റി ക്യാപിറ്റൽ. നമ്മൾ ആൾറെഡി പറഞ്ഞു, പുതിയ ഒരു അസറ്റ് വാങ്ങിയിട്ടുണ്ട്, അതിന് പകരം കൊടുത്തിട്ടുള്ളത് ഷെയറാണ്, അതുകൊണ്ടാണ് അത് കാണിച്ചിട്ടുള്ളത് 70,000. ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ, ഒരു ഡിപ്രീസിയേഷൻ 7,000 നമുക്ക് ആൾറെഡി അറിയാം എങ്ങനെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിൽ ഓഫ് മെഷീന് 8,000 അതും നമുക്കറിയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ഓൺ സെയിൽ, ആ ഒരു വിറ്റ മെഷീനറിയുടെ നഷ്ടം 1000, അത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 80,000 മൈനസ് 60,000 20,000 ഡിപ്രീസിയേഷൻ ഉണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചാൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 60,000, ക്ലോസിംഗ് ബാലൻസ് 80,000. അവ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഒരു വർഷത്തേക്ക് മാറ്റി വെക്കേണ്ട തുക എന്ന രീതിയിലാണ് അധികമുള്ള എമൗണ്ട് 20,000, അതാണ് ഡിപ്രീസിയേഷൻ തുകയായിട്ട് അവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ ഈ ഒരു രണ്ട് മെത്തേഡിൽ നമ്മളെ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലെഡ്ജർ അക്കൗണ്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. FFO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആർ നോട്ട് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. അഥവാ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റും ഫണ്ട് ഫ്രം ഓപ്പറേഷനും എപ്പോഴും ഒന്ന് തന്നെ ആകണമെന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് എക്സ്ക്ലൂഡിങ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. ഇറ്റ് ഈസ് എ നെറ്റ് പ്രോഫിറ്റ് അഥവാ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതുപോലെ ലോസസ്, അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റാണ് എന്ത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. നെറ്റ് പ്രോഫിറ്റ് നമുക്കറിയാം, അതിലേക്ക് എല്ലാ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എല്ലാം ട്രീറ്റ് ചെയ്തതിന് ശേഷമുള്ള അവസാന പ്രോഫിറ്റ് ആയിരിക്കും നെറ്റ് പ്രോഫിറ്റ്. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ടാവാൻ പാടില്ല, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ഇതൊന്നും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ദെൻ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആർ റെഗുലർ സോഴ്സ് ഓഫ് ഫണ്ട് റിസീവ്ഡ് ഫ്രം ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. അഥവാ ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണെന്ത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. If all transactions are cash transaction and there are no non-fund or non-operating expenses and income, then the profit disclosed by profit and loss account will be equal to fund from operations. അപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ഇടപാടുകളും ക്യാഷ് ഇടപാടുകളാകുകയും അതുപോലെ തന്നെ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസും ഇൻകവും ഇല്ല എങ്കിലും സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുന്ന പ്രോഫിറ്റും അതുപോലെ ഫണ്ട് ഫ്രം ഓപ്പറേഷനും തുല്യമായിരിക്കും. അത് എങ്ങനെയാണെങ്കിൽ മാത്രം എല്ലാ ഇടപാടുകളും ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്, അതുപോലെ തന്നെ ഒരു നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും ഇൻകവും സ്ഥാപനത്തിൽ ഇല്ല എങ്കിൽ സ്ഥാപനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റും ഫണ്ട് ഫ്രം ഓപ്പറേഷനും തുല്യമായിരിക്കും. അപ്പോൾ എന്താണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഫണ്ട് ഫ്രം ഓപ്പറേഷൻ പറഞ്ഞാൽ സിംപ്ലി ഇറ്റ്സ് എ റെഗുലർ സോഴ്സ് ഓഫ് ഫണ്ട് റിസീവ്ഡ് ഫ്രം ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സോഴ്സ് ഓഫ് ഫണ്ടാണ് എന്ത്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ്. ഈ
ഈ രണ്ട് രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാവുന്നതാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം വെച്ചിട്ട് ഈ രണ്ട് രീതിയിലൂടെയും എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്നുള്ളത് നമുക്ക് കാണാം. അതിനു മുമ്പ് ഈ രണ്ട് രീതിയിലൂടെയും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള ഫോർമാറ്റ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തെ രീതിയാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള ഫോർമാറ്റാണ് തന്നിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ അഥവാ കറൻറ്റ് ഇയറിലെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അത് ആദ്യം എഴുതുക. എന്നിട്ട് ആഡ്, അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്? നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യണം. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഒന്ന്, ഡിപ്രീസിയേഷൻ ഫോർ കറൻറ്റ് ഇയർ, ഈ വർഷത്തിൽ കറൻറ്റ് ഇയറിൽ ഡിപ്രീസിയേഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ്, പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റിട്ടേൺ ഓഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അഥവാ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളോ ലോസോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ ആഡ് ചെയ്യണം. ഇതിൽ തരാത്ത ചില നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണെങ്കിൽ അതും ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. എന്നിട്ട് ലെസ്, അതിൽ നിന്ന് എന്താണ് ലെസ് ചെയ്യേണ്ടത്? നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടുള്ള പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ്, റീഫണ്ട് ഓഫ് ടാക്സ് തുടങ്ങിയ കാര്യങ്ങൾ അതിൽ നിന്ന് ലെസ് ചെയ്യണം. നെറ്റ് പ്രോഫിറ്റിലേക്ക് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ലോസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഇത്രയും ഇവിടെ മനസ്സിലാക്കേണ്ടതുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് എടുക്കുക, അതിലേക്ക് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ഉണ്ടോ നോക്കുക, അതെല്ലാം ആഡ് ചെയ്യുക. അതിൽ നിന്ന് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എല്ലാം ലെസ് ചെയ്യുക. അപ്പോൾ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എല്ലാം കുറച്ചിട്ടുണ്ടാവും. അതുപോലെ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എല്ലാം നെറ്റ് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടാം. പക്ഷേ നമുക്ക് വേണ്ടത് ഇവിടെ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ബിസിനസ്സിൻ്റെ യഥാർത്ഥ പ്രവർത്തനങ്ങൾ എന്നുള്ള ഫണ്ടാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ലെസ് ചെയ്തിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഫണ്ട് എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ടുള്ള നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് എല്ലാം ലെസ് ചെയ്യുന്നു. അത്രയും മനസ്സിലാക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ലഭിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനുള്ള ഫോർമാറ്റ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലേക്ക് പോകാം. എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് നോക്കൂ, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഒന്നാമത്തെ മെത്തേഡിൽ പഠിച്ചിട്ടുള്ള അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലെന്ന് മാത്രം. ഇവിടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. ദെൻ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് ബ്രോട്ട് ഡൗൺ അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ പ്രീവിയസ് ഇയറിലെ അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ആണ് അവിടെ എഴുതേണ്ടത്. ദെൻ കറൻറ്റ് ഇയറിലെ അഥവാ ക്ലോസിംഗ് ബാലൻസ് ആണ് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് താഴെ എഴുതേണ്ടത്. ഇനി നോക്കൂ, നമ്മൾ നേരത്തെ ആഡ് ചെയ്യണം പറഞ്ഞ ഐറ്റംസ് ഉണ്ടല്ലോ, നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഫണ്ട് എക്സ്പെൻസ് ലോസസ്, ഇതെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് തുടങ്ങിയിട്ടുള്ള നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുക. ദെൻ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ലെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് അഥവാ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഡിവിഡൻഡ് റിസീവ്ഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ബാലൻസ് കിട്ടും. ഈ ബാലൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലെങ്കിൽ കറക്റ്റ് മനസ്സിലാക്കുക. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ദി ഡെബിറ്റ് സൈഡ് ദ ഡിഫറൻസ് വിൽ ബി ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ. അഥവാ ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റിനേക്കാൾ കൂടുതലാണ് നമുക്ക് കിട്ടുന്നത്, ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആയിരിക്കും. അതുപോലെ ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, ഡെബിറ്റ് സൈഡാണ് ക്രെഡിറ്റ് സൈഡിനേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ് പഠിച്ചാൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഡെബിറ്റ് സൈഡിൽ കൊടുക്കുക, ലെസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് സൈഡിലും കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഈ രീതിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് മെത്തേഡും ഒരു ചോദ്യം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫ്രം ദി ഫോളോയിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. നമുക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്.
അതിൽ നിന്ന് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്സിൽ നമുക്കറിയാം എക്സ്പെൻസുകൾ ലോസസ് ആണ് ഉണ്ടാവുക. ക്രെഡിറ്റ് സൈഡിൽ നമുക്കറിയാം ഇൻകംസ് ആണ് ഉണ്ടാവുക. സാലറി ഉണ്ട്, റെൻ്റ് ഉണ്ട്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഉണ്ട്, ഡിപ്രീസിയേഷൻ ഉണ്ട്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ദെൻ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാണുന്നത് നോക്കാം. സൊല്യൂഷൻ നോക്കൂ. ആദ്യം നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ അതാണ് എഴുതേണ്ടത് അല്ലേ. ക്വസ്റ്റ്യനിലെ നെറ്റ് പ്രോഫിറ്റ് 44,400, 44,400 ഉണ്ട്. അത് നമ്മൾ എഴുതി. ആഡ്, അതിലേക്ക് എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്. നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം ആഡ് ചെയ്യണം. ഓരോ ഐറ്റം എടുത്ത് നോക്കുക. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് സാലറി. സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ്. റെൻറ്റ് ഡേ ടു ഡേ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസാണ്. ഡിപ്രീസിയേഷൻ എന്താ? നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസാണ്. അപ്പോൾ ആദ്യം ഡിപ്രീസിയേഷൻ എത്ര തുക? 11,500. അടുത്ത് നോക്കൂ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് എന്താണ്? നോൺ ഫണ്ട് ഐറ്റമാണ്. 6,000 അത് ആഡ് ചെയ്യണം. അപ്പോൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 6,000. അടുത്ത് നോക്കൂ, പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ എന്താണ്? നോൺ ഫണ്ട് ഐറ്റമാണ് അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റീവ് എക്സ്പെൻസ് ആണ്. സോ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ 10,000 ആഡ് ചെയ്യണം. അടുത്ത് നോക്കൂ, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്. ലാൻഡ് ഒരു അസറ്റ് വിറ്റപ്പോൾ നഷ്ടം സംഭവിച്ചത്, അത് നോൺ ഫണ്ട് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് അല്ല. സോ അതും ആഡ് ചെയ്യണം. 3,400. ഇനി അടുത്ത് നോക്കൂ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്താണ്? ഒരു നോൺ ഓപ്പറേറ്റിംഗ് നോൺ ഫണ്ട് എക്സ്പെൻസ് ആണ്. അതും ആഡ് ചെയ്യണം. 9,000. അങ്ങനെ ഇത്രയും ഐറ്റംസ് നെറ്റ് പ്രോഫിറ്റ് ആയ 44,400ലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 84,300 ആണ്. ഇനി അതിൽ നിന്ന് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് നോൺ ഫണ്ട് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം. അതിന് ക്രെഡിറ്റ് സൈഡിൽ നോക്കിയാൽ മതി. ഗ്രോസ് പ്രോഫിറ്റ് ബിസിനസ്സിന് സാധാരണ പ്രവർത്തനത്തിൽ കിട്ടുന്ന പ്രോഫിറ്റാണ്. അപ്പോൾ അത് ലെസ് ചെയ്യാൻ പറ്റില്ല. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ. സ്ഥാപനത്തിൽ ഒരു ഫർണിച്ചർ വിറ്റപ്പോൾ ലാഭം കിട്ടി 7,250. അത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. സോ അത് ലെസ് ചെയ്യാം. 7,250 എഴുതി. രണ്ടാമത് നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. സ്ഥാപനത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പലിശ ലഭിച്ചിട്ടുണ്ട്. അതും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. സോ അതും ലെസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഐറ്റം ലെസ് ചെയ്ത് കഴിഞ്ഞാൽ അഥവാ അതിന് ടോട്ടൽ 11,000 ഉണ്ടാകും. 84,300 നിന്ന് ഈ ലെസ് ചെയ്യാനുള്ള രണ്ട് ഐറ്റം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഫണ്ട് ഫ്രം ഓപ്പറേഷനായിട്ട് 73,300, 73,300 രൂപയാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുള്ള നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ എന്തോ ആകട്ടെ, നമുക്ക് കിട്ടേണ്ടത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും അതിലുണ്ടോ എന്ന് മാത്രം പരിശോധിക്കുക. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റിലേക്ക് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അതിൽ നിന്ന് ലെസ് ചെയ്യുക. ഇത്രയും കാര്യം ചെയ്താൽ നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ഇതേ ഒരു പ്രോബ്ലം ഇതേ ഒരു ചോദ്യം വെച്ചിട്ട് രണ്ടാമത്തെ മെത്തേഡിലൂടെ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് നോക്കൂ, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ്. ഈ മെത്തേഡ് പ്രകാരം എങ്ങനെ ഇത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റാണ് നൽകിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതാം. നെറ്റ് പ്രോഫിറ്റ് 44,400 എഴുതിയിട്ടുണ്ട്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിലും ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ആ ഒരു എഴുതിയാൽ അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ഡെബിറ്റിലായിട്ട് വരുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഘടന. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും തരാത്തത് കൊണ്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഡെബിറ്റ് സൈഡിൽ എഴുതാം. അതിനുശേഷം ഏതൊക്കെ ഐറ്റമാണോ ആഡ് ചെയ്യേണ്ടത്, അഥവാ നോൺ ഓപ്പറേറ്റിംഗ് ആൻഡ് നോൺ ഫണ്ട് എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതാം. ഡിപ്രീസിയേഷൻ, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ലോസ് ഓൺ സെയിൽ ഓഫ് ലാൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്. ദെൻ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ ലെസ് ചെയ്തിട്ടുള്ളത് അതെല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. അതിനുശേഷം രണ്ട് ഭാഗവും ടോട്ടൽ ചെയ്യാം.
ടോട്ടൽ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം പ്രകാരം ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ, അഥവാ 84,300 കിട്ടും. അത് നമ്മൾ നേരെ കുറവുള്ള ഭാഗമായ ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, 84,300. എന്നിട്ട് ആ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം നമ്മൾ ബാലൻസ് ചെയ്ത് വരുമ്പോൾ 73,300 73,300 രൂപയാണ് നമുക്ക് ബാലൻസിങ് ഫിഗറായിട്ട് കിട്ടുക. ഇത് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആയിരിക്കും, ക്രെഡിറ്റ് സൈഡ് ഡെബിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ ആയിരിക്കും നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന 73,300 എന്നുള്ളത് ഫണ്ട് ഫ്രം ഓപ്പറേഷനാണ്. ഇങ്ങനെയാണ് ഈ രണ്ട് മെത്തേഡ് പ്രകാരവും ഫണ്ട് ഫ്രം ഓപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ലെഡ്ജർ അക്കൗണ്ട്, ഏത് സാഹചര്യത്തിലാണ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കേണ്ടത്, അത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാൽക്കുലേഷൻ ഓഫ് ഫണ്ട് ഫ്രം ഓപ്പറേഷനും പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാലാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.